വയനാട് കമ്പളക്കാട് യുവാവിന് ക്രൂരമർദ്ദനം. കമ്പിവടി കൊണ്ട് ക്രൂരമായി തലക്കടിക്കുകയായിരുന്നു. കാറിൽ കയറ്റിയായിരുന്നു ആക്രമണം. ഈ മാസം 1-ാം തീയതി നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പോലീസ് ഇതുവരെയും ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല. കേസെടുത്തിട്ടുണ്ട്, പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടില്ല. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, 1-ാം തീയതി നടന്ന സംഭവമാണ്. ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു. ഇതുവരെയും ആക്രമികളെക്കുറിച്ച് വിവരമില്ല. ആക്രമണത്തിന് ഇരയായത് ആരാണ്, എന്താണ് അതിന്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് പട്ടാപ്പകല് കമ്പളക്കാട്, അതായത് വയനാട്ടിലെ ഒരു ടൗണാണ് കമ്പളക്കാട് എന്ന് പറയുന്നത്. കമ്പളക്കാട് വെച്ച് ഒരു യുവാവിനെ കാറിലേക്ക് വിളിച്ചു കയറ്റി മർദ്ദിക്കുകയുണ്ടായത്. എന്നാൽ നാട്ടുകാർ തടയാൻ ചെന്നെങ്കിലും മർദ്ദനം തുടരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കമ്പളക്കാട് സ്വദേശിയായ സുവൈദ് എന്ന് പറയുന്ന വ്യക്തിക്ക്, ഒരു യുവാവിനാണ് മർദ്ദനമേറ്റത്. എന്തായാലും പകല് ഇത്തരത്തിലുള്ള മർദ്ദനം ഒരുപക്ഷെ വലിയൊരു ഭീതി ഉളവാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഇത് നടന്നത് 1-ാം തീയതിയാണെങ്കിലും അതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രചരിച്ചത്. എന്തായാലും ഈ സുവൈദ് എന്ന് പറയുന്ന യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. 5 പേർക്ക്, അതായത് കണ്ടാൽ തിരിച്ചറിയാവുന്ന 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുമല്ല, നിസ്സാര വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസ്, അതായത് ജാമ്യം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കേസാണെന്നാണ് പറയുന്നത്. ഇത് എന്താണ് എന്നുള്ള അറിയില്ല. മുൻവൈരാഗ്യമാണെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. ഇത് സാമ്പത്തിക ഇടപാടാണോ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. എന്തായാലും കാറിൽ പട്ടാപ്പകൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടും ഇതുവരെ പോലീസ് ഇതിനെ കേസെടുക്കാത്തത്, അല്ലെങ്കിൽ FIR ഇട്ടിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യാത്തത് ഇവിടെ ഒരു പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തൊക്കെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഈ ജനങ്ങൾ അത്രയും തിങ്ങി നടക്കുന്ന സ്ഥലത്തൊക്കെ പട്ടാപ്പകല് കാറിൽ വരികയും ആളെ വലിച്ച് കമ്പിവടി കൊണ്ട് തല്ലുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തീർച്ചയായും അതൊരു ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ടോം, യെസ്, അതാണ്. കാരണം ഇതുപോലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ, ഒരു യുവാവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഇത് സ്ഥിരമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ കമ്പളക്കാട്. ലഹരി സംഘമാണോ ഇതിന് പിന്നില്? കൃത്യമായും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഊർജിതമാക്കാത്തത്? തീർച്ചയായും കമ്പളക്കാടിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറിയ കത്തിക്കുത്തും വെട്ടുകളും അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഇവർ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു ആളുകൾ. പലരും കൂടുതൽ ആളുകൾ രഹസ്യമായി നമ്മളോട് പറയുന്നത് ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തോ ഇടപാടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസ് FIR ഇട്ടെങ്കിലും പോലീസ് അന്വേഷണം നടത്തുന്നില്ല. കാരണം കണ്ടാൽ അറിയാവുന്നവരാണെന്ന് പറയുന്നെങ്കിലും പോലീസ് അന്വേഷിച്ച് ഈ 8 ദിവസമായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പോലീസിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കണ്ടാൽ ആണ് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്താലും അത് ജാമ്യത്തിൽ ഇറങ്ങാവുന്ന തരത്തിലുള്ള വകുപ്പുകളൊക്കെയാണ് ചേർത്തിട്ടുള്ളതാണെന്ന് നമുക്ക് ആ FIR-ൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. എങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് തീർച്ചയായും ഇവിടെ ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥയായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. കേട്ടോ, യെസ്, എന്തായാലും വയനാട് കമ്പളക്കാട്ടെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഈ രീതിയിലുള്ളൊരു സംഭവം, അതായത് ഒരു മുൻവൈരാഗ്യത്തെ തുടർന്ന് ഒരു യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കമ്പി വടികൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. ഈ സംഭവം നടന്ന് 12 ദിവസം പിന്നിടുകയാണ്. പോലീസ് ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.